2.5 പതിറ്റാണ്ട് കാലമായി വിനോദസഞ്ചാരികളെ ഉല്ലാസത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചുകൊണ്ടിരുന്ന സിൽവർ സ്റ്റോൺ പാർക്സ് ആൻഡ് റിസോർട്ട് ലിമിറ്റഡ് ഓഹരികൾ വിൽക്കാനൊരുങ്ങുന്നു. കമ്പനിയുടെ പ്രഥമ ഓഹരി വിൽപ്പന ജൂലൈ 24 ആരംഭിച്ച് 28 അവസാനിക്കും. 61.98 ലക്ഷം ഓഹരികൾ വിറ്റഴിക്കുന്നതിലൂടെ 82.43 കോടി സമാഹരിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ SME പ്ലാറ്റ്ഫോമിൽ ജൂലൈ 31 ലിസ്റ്റിംഗ്. 10 രൂപ മുഖവിലയുള്ള ഓഹരി ഒന്നിന് 123 മുതൽ 133 രൂപ നിലവാരത്തിലാകും വിൽപ്പന. ആങ്കർ നിക്ഷേപകർക്കുള്ള ബിഡിംഗ് 23 നടക്കും. മൊത്തം ഓഹരികളിൽ 17.61 ലക്ഷം ഇവർക്കായി വകയിരുത്തി. ആങ്കർ ഒഴികെയുള്ള നിക്ഷേപക സ്ഥാപനങ്ങൾക്കായി 11.76 ലക്ഷം ഓഹരികളും നീക്കിവെച്ചു. നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകർക്കായി 8.88 ലക്ഷവും വ്യക്തിഗത റീറ്റെയിൽ നിക്ഷേപകർക്കായി കുറഞ്ഞത് 20.62 ലക്ഷം ഓഹരികളും ലഭിക്കും. ഏറ്റവും കുറഞ്ഞ ലോട്ട് സൈസ് 2000 ഓഹരികളാണ്. തുടർന്ന് 1000 ഓഹരികളുടെ ഗുണിതങ്ങളായി അപേക്ഷിക്കാം. ലക്നൗ സ്നോ പാർക്ക്, ഫാമിലി എന്റർടൈൻമെന്റ് സെന്റർ, അതിരപ്പള്ളിയിലെ തീം പാർക്കിന്റെ വികസനം, പൊതുവായ കോർപ്പറേറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി തുക വിനിയോഗിക്കും. വിവ്രോ ഫിനാൻഷ്യൽ സർവീസസ് ആണ് IPOയുടെ ബുക്ക് റണ്ണിംഗ് ലീഡ് മാനേജർ. MUFG ഇൻഡെയിം ഇന്ത്യയാണ് രജിസ്ട്രാർ. 25 വർഷത്തിനിടെ സിൽവർ സ്റ്റോൺ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയെന്നും ജംഷഡ്പൂരിലേക്ക് സാന്നിധ്യം വ്യാപിപ്പിച്ചെന്നും സിൽവർ സ്റ്റോൺ പാർക്സ് ആൻഡ് റിസോർട്ട്സിന്റെ MD AI ഷാലിമാർ പറഞ്ഞു. അതിരപ്പള്ളിയിലെ സിൽവർ സ്റ്റോമിൽ നിലവിലുള്ള അമ്യൂസ്മെന്റ് വാട്ടർ പാർക്ക്, ഇൻഡോർ സ്നോ പാർക്ക്, റിസോർട്ട്, ഭക്ഷണശാലകൾ എന്നിവയ്ക്ക് പുറമെ പുതുതായി നിർമ്മിച്ച കേബിൾ കാർ, ഫോറസ്റ്റ് വില്ലേജ് എന്നിവ വിപുലമായ ചടങ്ങോടെ സന്ദർശകർക്കായി ഓണത്തിന് തുറക്കും. കഴിഞ്ഞ ഒക്ടോബറിൽ ജംഷഡ്പൂരിൽ ഇൻഡോർ സ്നോ പാർക്ക് തുറന്നു. ലക്നൌവിലെ ഓമാക്സ് ഹസ്രത് ഗഞ്ച് മാളിൽ പുതിയ സ്നോ പാർക്കും വിനോദസഞ്ചാര കേന്ദ്രവും ആരംഭിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ AI ഷാലിമാർ അറിയിച്ചു. ഈ കേബിൾ കാർ കൂടി വരുന്നതോടുകൂടി നിലവിൽ പാർക്കും, വലിയ സൈസിലുള്ള പാർക്കും, സ്നോ പാർക്കും, കേബിൾ കാറും, കുറച്ച് റിസോർട്ട് ഫെസിലിറ്റി ഉണ്ട്. ഈ അട്രാക്ഷൻസ് എല്ലാം ഒരുമിച്ച് ഇന്ത്യയിൽ വേറൊരു പാർക്കിലില്ല. അതൊരു യൂണീക്ക് അട്രാക്ഷൻ ആയിരിക്കും. അതിൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലൊരു ഫാമിലിയോ ഒരു ഗ്രൂപ്പോ അതോ അതുപോലെ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ ഏതാണ്ട് 70 ലക്ഷത്തോളം ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്നാണ് കേരളത്തിൽ. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ആയിട്ട് ഏതാണ്ട് 70 ലക്ഷം പേര് കേരളത്തിൽ. ഇങ്ങനെ മറ്റു സംസ്ഥാനങ്ങളിൽ വരുന്ന ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളോ കേരളത്തിലെ ഒരു ഫാമിലിയോ ഒരു ഗ്രൂപ്പോ ഒരു ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സിൽവർ സ്റ്റോൺ ഏറ്റവും ആദ്യത്തെ ചോയ്സ് ആയിട്ട് മാറും. 2025-26 സാമ്പത്തിക വർഷം കമ്പനിയുടെ മൊത്തം വരുമാനം 44.85 കോടിയും അറ്റാദായം 19.10 കോടിയുമാണ്. മുൻവർഷം യഥാക്രമം 31.64 കോടിയും 9.71 കോടിയുമായിരുന്നു. ചെയർമാൻ അബ്ദുൽ ജലീൽ, പ്രൊമോട്ടർ VS സിറാജ്, സ്വതന്ത്ര ഡയറക്ടർ K അരവിന്ദാക്ഷൻ, CFO K രാമചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.